everyone. So നമ്മുടെ ക്ലാസ് 4 കുട്ടികൾക്ക് വേണ്ടിയിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. എടാ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത് നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിക്ചർ ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത്. ഇപ്പൊ ദ ലോസ്റ്റ് ചൈൽഡ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മുടെ ബോയ് ഒരു സമ്മർ ഫെയർ ഗ്രൗണ്ടിൽ പോയിട്ടാണ് അല്ലെ കാണാതാവുന്നത്. അപ്പോൾ ഒരു സമ്മർ ഫെയർ ഗ്രൗണ്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു സമ്മർ ഫെയർ ഗ്രൗണ്ടിന്റെ പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. സോ ഈ പിക്ചറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്ന് എന്റെ മക്കൾ ഡിസ്ക്രൈബ് ചെയ്യാണ് വേണ്ടത്. എടാ അപ്പൊ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹാവ് യു എവർ ഗോൺ ടു എ സമ്മർ ഫെയർ ഗ്രൗണ്ട്? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സമ്മർ ഫെയർ ഗ്രൗണ്ടിൽ പോയിട്ടുണ്ടോ? ലുക്ക് അറ്റ് ദ പിക്ചർ നോക്കിക്കേ. വാട്ട് ആർ ദ തിങ്സ് യു ക്യാൻ സീ ദർ? ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? റൈറ്റ് ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ സമ്മർ ഫെയർ ഗ്രൗണ്ട്. അപ്പൊ ഈ ഒരു പിക്ചർ നോക്കിയിട്ട് ഈ പിക്ചറിൽ എന്തൊക്കെ കാര്യങ്ങളാണോ എന്റെ മക്കൾക്ക് കാണാൻ പറ്റുന്നത് അത് ഒരു ഡിസ്ക്രിപ്ഷൻ ആക്കിയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. എടാ ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ നിങ്ങൾ ആദ്യം എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുക? ഇൻ ദ പിക്ചർ വി ക്യാൻ സീ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ദിസ് ഈസ് എ പിക്ചർ ഓഫ് എന്ന് പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദിസ് ഈസ് എ പിക്ചർ ഓഫ് സമ്മർ ഫെയർ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ദിസ് പിക്ചർ ഷോസ്. ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാം എന്റെ മക്കൾക്ക് ആ ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണോ കാണുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ കാണുന്നുണ്ട്? ഒരു ബലൂൺ മാനിനെ കാണുന്നുണ്ട് അല്ലെ, ടോയ് ഷോപ്പ് കാണുന്നുണ്ട്, മെറിഗോ റൗണ്ട് കാണുന്നുണ്ട്, ജാൻവീൽ കാണുന്നുണ്ട്, ഇവിടെ കുറച്ച് വേറൊരു ഷോപ്പ് കാണുന്നുണ്ട്, ഐസ്ക്രീം മാനിനെ കാണുന്നുണ്ട്, ഒരുപാട് കുട്ടികൾ അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ എന്തൊക്കെയാണോ ആ ഒരു സമ്മർ ഫെയർ ഗ്രൗണ്ടിൽ കാണുന്നത് ആ കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞാൽ എന്തായി, നമ്മുടെ പിക്ചർ ഡിസ്ക്രിപ്ഷൻ സെറ്റായി. സോ ഈ ഒരു പിക്ചർ ആയിരിക്കില്ല, ചിലപ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ പിക്ചർ നിങ്ങൾക്ക് തരാം. ആ പിക്ചറിലുള്ള കാര്യങ്ങൾ നിങ്ങൾ അങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി കേട്ടോ. സോ നമ്മുടെ ഈ ഒരു പിക്ചറിന്റെ ആൻസർ നോക്കാം. നിങ്ങൾ എല്ലാവരും നോക്കിക്കോളൂ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പിക്ചർ ഡിസ്ക്രിപ്ഷനിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമ്മുടെ എന്താണ് നമുക്ക് പറയാം, അത് സമ്മർ ഫെയർ ഗ്രൗണ്ട് അല്ലെങ്കിൽ ദിസ് പിക്ചർ ഷോസ് എ സമ്മർ ഫെയർ ഗ്രൗണ്ട് അല്ലെങ്കിൽ ദിസ് ഈസ് എ പിക്ചർ ഓഫ് സമ്മർ ഫെയർ ഗ്രൗണ്ട് എന്ന് നമുക്ക് പറയാം. ദിസ് ഈസ് എ പിക്ചർ ഓഫ് എ സമ്മർ ഫെയർ ഗ്രൗണ്ട്. ഓക്കെ, അവിടെ എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാ? അറ്റ് ദ സമ്മർ ഫെയർ ഗ്രൗണ്ട് വി ക്യാൻ സീ മെനി എക്സൈറ്റിംഗ് തിങ്സ്. അല്ലെ, ഒരുപാട് എക്സൈറ്റിംഗ് തിങ്സ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ദർ ഈസ് എ മെറിഗോ റൗണ്ട് വേർ ചിൽഡ്രൻ ആർ റൈഡിങ് ആൻഡ് എൻജോയിങ് ദ ഫൺ. അല്ലെ, അവിടെ ഒരു മെറിഗോ റൗണ്ട് കാണാൻ പറ്റുന്നുണ്ട്. നോക്കിക്കേ, ഒരു മെറിഗോ റൗണ്ട് കാണാൻ പറ്റുന്നില്ലേ? ഇതാ മെറിഗോ റൗണ്ട്. സോ ആ ഒരു മെറിഗോ റൗണ്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾ റൈഡ് ചെയ്യുന്നുണ്ട്. എ ബാംഗിൾ സെല്ലർ ഈസ് ഡിസ്പ്ലേയിങ് ബ്യൂട്ടിഫുൾ കളർഫുൾ ബാംഗിൾസ് ഫോർ പീപ്പിൾ ടു ബൈ. അല്ലെ, ബാംഗിൾ സെല്ലർ കാണുന്നില്ലേ? ഇതാ വളകളൊക്കെ വിൽക്കുന്ന ചേട്ടനെ കാണുന്നുണ്ട്. ഇപ്പൊ ഒരു ബാംഗിൾ സെല്ലർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് വളകൾ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ, ആൾക്കാർ വാങ്ങാൻ വേണ്ടിയിട്ട്. ആൻഡ് നിയർ ബൈ എ ബലൂൺ മാൻ ഈസ് ഹോൾഡിംഗ് എ ബഞ്ച് ഓഫ് കളർഫുൾ ബലൂൺസ്. അടുത്തായിട്ട് ഒരു ബലൂൺ മാൻ എന്ത് ചെയ്യുന്നുണ്ട്, പല പല നിറത്തിലുള്ള ബലൂൺസ് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആൻഡ് ചിൽഡ്രൻ ആർ എക്സൈറ്റഡ്ലി ലുക്കിംഗ് അറ്റ് ദം. അല്ലെ, അദ്ദേഹത്തിനൊക്കെ നോക്കിക്കൊണ്ട് ഒരുപാട് കുട്ടികൾ അദ്ദേഹത്തിന് ചുറ്റും നിൽക്കുന്നുണ്ട്. വേറെന്തൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? വി ക്യാൻ ഓൾസോ സീ എ മാൻ സെല്ലിംഗ് ടോയ്സ്. അല്ലെ, ഒരാൾ ടോയ്സ് വിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ടോയ്സ് സെൽ ചെയ്യുന്നുണ്ട്. ദ ടോയ്സ് ആർ ബ്രൈറ്റ് ആൻഡ് ലുക്ക് വെരി ഇൻട്രസ്റ്റിംഗ്. നല്ല പല നിറത്തിലുള്ള ടോയ്സ് ആണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോയ്സ് ആണ് അദ്ദേഹം വിൽക്കുന്നത്. എവിടെയാണ് ടോയ് വിൽക്കുന്ന ആളെ കാണുന്നത്? ഇതാ ഇവിടെ ടോയ്സ് വിൽക്കുന്ന ഒരാളെ കാണുന്നില്ലേ? യെസ്, ടോയ്സ് ഒക്കെ കൊണ്ടിട്ട് ഒരാളുണ്ട് അല്ലെ ഇവിടെ. ആൻഡ് ഓക്കെ, പിന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റും? നിയർ ദ ഐസ്ക്രീം സ്റ്റോൾ എ മാൻ ഈസ് സെല്ലിംഗ് ice cream and some children are buying ice cream to cool down in the hot weather. So അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഐസ്ക്രീം മാൻ ഉണ്ട്, അദ്ദേഹം ഐസ്ക്രീം വിൽക്കുന്നുണ്ട്. ഇപ്പൊ കുട്ടികൾ ചൂടായതുകൊണ്ട്, ഹോട്ട് വെതർ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ഐസ്ക്രീം വാങ്ങിച്ച് കഴിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഹോൾ പ്ലേസ് ഈസ് ഫുൾ ഓഫ് ഹാപ്പി പീപ്പിൾ ആൻഡ് ചിൽഡ്രൻ മേക്കിംഗ് ഇറ്റ് എ ലൈവ്ലി ആൻഡ് ഫൺ സമ്മർ ഫെയർ. സോ ആ ഒരു മൊത്തം പിക്ചർ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഹാപ്പി പീപ്പിൾ ആൻഡ് ചിൽഡ്രൻ. അല്ലെ, വളരെ സന്തോഷം നിറഞ്ഞ ആൾക്കാരെയും കുട്ടികളും ഒക്കെയാണ് ആ ഒരു ഇതിലുള്ളത്. ഒരു ഹാപ്പി മൂഡാണ് ആ ഒരു പിക്ചർ മൊത്തം. ആൻഡ് മേക്കിംഗ് ഇറ്റ് എ ലൈവ്ലി ആൻഡ് ഫൺ സമ്മർ ഫെയർ. വളരെ ലൈവ്ലി ആയിട്ടുള്ള നല്ല ഫൺ ആയിട്ടുള്ള ഒരു സമ്മർ ഫെയർ ആണ്. ആൻഡ് അതിന്റെ ഒരു ഇമേജ് ആണ് നമുക്ക് ഈ ഒരു പിക്ചറിൽ കാണാൻ പറ്റുന്നത്. സോ ഇത്രയും എഴുതി കഴിഞ്ഞാൽ എന്തായി, എന്റെ മക്കൾക്ക് ഫുൾ മാർക്ക് ഉറപ്പാണ്. സോ ഇങ്ങനെ ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും വേഗം നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം എത്തിച്ചു കൊടുക്കാം. നമ്മൾ സെൽഫിഷ് ആവണ്ട അല്ലെ, നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ
അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ മാർക്ക് കിട്ടിക്കോട്ടെ. അപ്പോൾ നിങ്ങളിത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ആൻഡ് നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ ഈ ഒരു വീഡിയോൻ്റെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യട്ടോ. കുറച്ച് യെല്ലോ ഹാർട്സ് കമൻറ്റ് ചെയ്താൽ മതി, മിസ് അതിനൊക്കെ റിപ്ലൈ തരുന്നുണ്ട്. ഓക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾ പഠിച്ചിട്ട് പോവുക, എക്സാമിന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതുപോലെയുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.